ലഷ്കർ ഇ തയ്യബ സഹസ്ഥാപകനും മുതിർന്ന നേതാവുമായ ആമിർ ഹംസ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. പരിക്കേറ്റതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ലാഹോറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലഷ്കർ ഇ തയ്യബ തലവൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദുമായും ഗ്രൂപ്പിൻ്റെ ഡെപ്യൂട്ടി അബ്ദുൽ റഹ്മാൻ മക്കിയുമായും അടുത്ത ബന്ധമുള്ളയാളാണ് ആമിർ ഹംസ. ആമിർ ഹംസ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ ഒരാശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ആമിർ ഹംസയ്ക്ക് എങ്ങനെയാണ് പരിക്കേറ്റതെന്ന് വ്യക്തമല്ല. പരിക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തതയില്ല. സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാൻ അധികൃതരോ ലഷ്കർ ഇ തയ്യബയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ലഷ്കർ ഇ തയ്യബയിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ആമിർ ഹംസ. ആമിർ ഹംസ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തയ്യബയുടെ പ്രചാരണ വിഭാഗത്തെയും ജനസമ്പർക്ക പരിപാടികളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ലഷ്കർ ഇ തയ്യബയുടെ കേന്ദ്ര ഉപദേശക സമിതിയുടെ ഭാഗമായിരുന്നു. 2010 വരെ ഗ്രൂപ്പിന് പുറത്തുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആമിർ ഹംസ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തയ്യബയുമായി ബന്ധപ്പെട്ട ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2010 മുതൽ ലഷ്കർ ഇ തയ്യബയുടെ വാരിക എഡിറ്റ് ചെയ്യുകയും പതിവായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2010 തടവിലാക്കപ്പെട്ട ലഷ്കർ ഇ തയ്യബ അംഗങ്ങളെ മോചിപ്പിക്കുന്നതിനായി ചർച്ച നടത്തിയ 3 മുതിർന്ന തീവ്രവാദികളിൽ ആമിർ ഹംസയും ഉൾപ്പെട്ടിരുന്നു. US ട്രഷറി വകുപ്പ് അദ്ദേഹത്തെ ഭീകരനായി പ്രഖ്യാപിച്ചു. ഫണ്ട് ശേഖരണം, റിക്രൂട്ട്മെൻറ്റ്, തീവ്രവാദികളുടെ മോചനത്തിനുള്ള ചർച്ചകൾ എന്നിവയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നാരോപിച്ചായിരുന്നു നടപടി. 2018 പാകിസ്ഥാൻ ലഷ്കർ ഇ തയ്യബയുമായി ബന്ധപ്പെട്ട ചാരിറ്റി ഗ്രൂപ്പുകളായ ജമാഅത്ത് ഉദ് ദവ, ഹലാഖ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്നിവയ്ക്കെതിരായ നടപടികളെ തുടർന്ന് ഹംസ ലഷ്കർ ഇ തയ്യബയിൽ നിന്ന് അകന്നു. ജമ്മു കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ ലഷ്കർ ഇ തയ്യബയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ജെയ്ഷ് ഇ മൻഹാഫ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. ഈ സംഘം പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. മുതിർന്ന ലഷ്കർ ഇ തയ്യബ നേതൃത്വവുമായി ഹംസ ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്. ഞായറാഴ്ച സിന്ധ് പ്രവിശ്യയിൽ വെച്ച് മറ്റൊരു മുതിർന്ന ലഷ്കർ ഇ തയ്യബ നേതാവായ റസുള്ള നിസാനി ഖാലിദ് എന്ന അബു ഫൈസുള്ള ഖാലിദ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഹംസയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. നേപ്പാളിൽ നിന്ന് ലഷ്കർ ഇ തയ്യബയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖാലിദ് 2006 നാഗ്പൂരിലെ RSS ആസ്ഥാന ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകനായിരുന്നു. വിനോദ് കുമാർ, മുഹമ്മദ് സലീം, റസുള്ള എന്നിവയുൾപ്പെടെ നിരവധി അപരനാമങ്ങൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു. 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ആക്രമിച്ചതിൽ ഖാലിദിനും ബന്ധമുണ്ടായിരുന്നു. ഭീകരാക്രമണത്തിൽ IIT പ്രൊഫസർ മുനീഷ് ചന്ദ്രപുരി കൊല്ലപ്പെടുകയും മറ്റ് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2008 ഉത്തർപ്രദേശിലെ രാംപൂരിലെ CRPF ക്യാമ്പിൽ നടന്ന മാരകമായ ആക്രമണം ഖാലിദ് ആസൂത്രണം ചെയ്തു. 8 പേരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2000 മധ്യം മുതൽ ഖാലിദ് ലഷ്കർ ഇ തയ്യബയുടെ നേപ്പാൾ മൊഡ്യൂളിന് നേതൃത്വം നൽകി. റിക്രൂട്ട്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, പ്രവർത്തകരുടെ അതിർത്തി കടന്നുള്ള നീക്കം എന്നിവയ്ക്ക് സൗകര്യമൊരുക്കി. ഇന്ത്യൻ ഏജൻസികൾ ഈ മൊഡ്യൂൾ പൊളിച്ചതോടെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് മടങ്ങി. ജമ്മു കാശ്മീരിലെ ലഷ്കർ ഇ തയ്യബയുടെ കമാൻഡറായ യൂസഫ് മുസമിൽ ഇക്ബാൽ ഹാഷ്മി, മുഹമ്മദ് യൂസഫ് തായിബി എന്നിവരുൾപ്പെടെ നിരവധി പേരോടൊപ്പം പ്രവർത്തിച്ചു. അവസാന വർഷങ്ങളിൽ ലഷ്കർ ഇ തയ്യബയുടെയും ജമാഅത്ത് ഉദ് ദവയുടെയും നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം സിന്ധ് പ്രവിശ്യയിൽ, പ്രത്യേകിച്ച് ബാദിൻ, ഹൈദരാബാദ് ജില്ലകളിലെ റിക്രൂട്ട്മെൻറ്റ്, ധനസഹായ ശൃംഖലകൾ പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയ ചുമതലകളാണ് ഖാലിദ് വഹിച്ചിരുന്നത്.